നമസ്കാരം. അകമ്പുറത്തിലേക്ക് സ്വാഗതം. ഊന എന്നത് ഇന്ന് കേവലം ഗുജറാത്തിലെ ഒരു സ്ഥലപ്പേരല്ല, ഇന്ത്യയാകെ വീശിയടിക്കുന്ന ദളിത് പ്രതിരോധത്തിൻ്റെ ശബ്ദമാണ്. ഈ പ്രതിരോധം ആർക്കെതിരെ ആരു നയിക്കും? BJP സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് JR പത്മകുമാർ, എഴുത്തുകാരനും അഹമ്മദാബാദ് മിക്കയിൽ അധ്യാപകനുമായ ഡോക്ടർ TT ശ്രീകുമാർ, കവയിത്രിയും ദളിത് ആക്ടിവിസ്റ്റുമായ MD ധന്യ. സ്വാഗതം എല്ലാവർക്കും. ഇതാണ് ആ ദൃശ്യങ്ങൾ. രാജ്യമെമ്പാടും ഇപ്പോൾ വീശിയടിക്കുന്ന ദളിത് രാഷ്ട്രീയ പ്രതിരോധധാരയ്ക്ക് തുടക്കം കുറിച്ച ദൃശ്യങ്ങൾ. ചത്ത പശുവിന്റെ തോലെടുക്കാൻ ഇനി ഞങ്ങളെ കിട്ടില്ലെന്ന പ്രഖ്യാപനവുമായി 10,000-ങ്ങളെ തെരുവിലിറക്കിയ ദൃശ്യങ്ങൾ. അവർ ചത്ത പശുക്കളെ തങ്ങൾക്ക് വിധിക്കപ്പെട്ട പ്രാന്തവൽകൃത ഇടങ്ങളിൽ നിന്ന് സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് വലിച്ചെറിഞ്ഞു. അവർ സംസാരിക്കാൻ തുടങ്ങി. അവരിൽ നിന്ന് തന്നെ നേതാക്കളുണ്ടായി. ഉനയുടെ സമരവീര്യത്തെ രാജ്യമെമ്പാടും ഏകോപിപ്പിക്കാൻ ശ്രമങ്ങൾ തുടരുന്നു. ഉനയുടെ ഉന്നമെന്താണ്? ഡോക്ടർ TT ശ്രീകുമാർ, ഇന്ത്യയിൽ പുതിയ കാലത്തെ ദളിത് മുന്നേറ്റം ഉനയിൽ നിന്ന് തുടങ്ങിക്കഴിഞ്ഞു എന്നൊക്കെയാണ് നടക്കുന്ന വിലയിരുത്തലുകൾ. അഹമ്മദാബാദിൽ ജീവിക്കുമ്പോൾ താങ്കൾ എങ്ങനെയാണ് ഈ കാര്യങ്ങളെ കാണുന്നത്? ഇത് ഇപ്പോൾ അഹമ്മദാബാദിൽ ജീവിക്കേണ്ട കാര്യമില്ല. ഇതിനെക്കുറിച്ച് സൂക്ഷ്മമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട്, പ്രത്യേകിച്ച് BJP അധികാരത്തിലേക്ക് വരുന്നതിൻ്റെ രാഷ്ട്രീയമായ ബിൽഡപ്പ് നടക്കുന്ന സമയം മുതൽ തന്നെ വളരെ വ്യക്തമായി ഒരു വ്യത്യസ്തമായ രാഷ്ട്രീയ ശൈലി ഇന്ത്യയിലെ തീവ്ര വലതുപക്ഷമായിട്ടുള്ള BJPയും സംഘപരിവാറും മുന്നോട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായിരുന്നില്ല. ഇത് അവിടെ നിരന്തരം നടന്നുകൊണ്ടിരുന്ന, അല്ലെങ്കിൽ ഉത്തരേന്ത്യയിലെ പല ഭാഗങ്ങളിലും നിരന്തരം നടക്കുന്ന അവർണ പീഡനത്തിൻ്റെ ഭാഗമായി ഉണ്ടായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അത് വളരെ ശ്രദ്ധിക്കപ്പെട്ടത് ഇത് നേരത്തെ ഈ വീഡിയോയിൽ പറഞ്ഞതുപോലെ വൈറലാവുകയും അതിൻ്റെ വീഡിയോ വൈറലാവുകയും ഒക്കെ ചെയ്തപ്പോൾ അതിന് കുറച്ചുകൂടെ വിസിബിലിറ്റി കിട്ടി എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ അവിടുത്തെ ദളിതരുടെ ഒരു നിത്യജീവിത യാഥാർത്ഥ്യമാണ് ഈ സവർണ മർദ്ദനം എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള മർദ്ദനങ്ങൾ നിരന്തരമായി ഗ്രാമങ്ങളിൽ പല സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ട്. ഇതുണ്ടാകാനുള്ള കാരണം എന്താണ്? അതാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈ ഗോരക്ഷാ സമിതികൾ രൂപം കൊള്ളുന്ന ഒരു സാഹചര്യം നമുക്കറിയാം. BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണവും അതിനുശേഷം BJP അധികാരത്തിൽ വന്നതുമായിട്ടുള്ള സാഹചര്യത്തിന് ശേഷം ഉണ്ടായ ഒരു പ്രതിഭാസമാണ് ഈ ഗോരക്ഷാ സമിതികൾ ഇങ്ങനെ കൂണുപോലെ പൊട്ടിമുളയ്ക്കുന്നത്. അതിനു മുമ്പും അത് പല സ്ഥലത്തും ഉണ്ടായിരുന്നു. പക്ഷേ അതിനൊരു ആധികാരികത വരുന്നത് അത് ഈ ഒരു വിശാലമായ ഹിന്ദുത്വ പ്രത്യയശാസ്ത്രത്തിൻ്റെ ഭാഗമായിട്ട് വളരെ ഇൻഡിപെൻഡൻ്റായിട്ട് സ്വതന്ത്രമായിട്ട് ഇത്തരം തെമ്മാടി സംഘങ്ങൾ, ഇത് ഞാൻ ഉപയോഗിച്ച വാക്കല്ല, ഗ്ലോറിയ എന്ന് പറയുന്ന ചീഫ് സെക്രട്ടറി, ഗുജറാത്തിലെ ചീഫ് സെക്രട്ടറി ഉപയോഗിച്ച വാക്കാണ് ഹൂളിഗൻസ് എന്നാണ്. ഇത് मैंने देखा है कि कुछ लोग पूरी रात एंटी सोशल एक्टिविटी करते हैं, लेकिन दिन में गौरक्षक का चोला पहन लेते हैं. ഈ ആളുകളെ ഗ്ലോറിയ പറഞ്ഞതുപോലെയൊക്കെ തന്നെ, അല്ലെങ്കിൽ അവരുടെ വാക്കുകൾ കടമെടുത്തിട്ടാണെങ്കിലും ശരി, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗോരക്ഷക്കാർ ചെയ്യേണ്ടത് ദളിത് പീഡനമല്ലെന്നും യഥാർത്ഥത്തിൽ ഗോക്കളെ സംരക്ഷിക്കാൻ വല്ല കാര്യങ്ങളും ഉണ്ടെങ്കിൽ അത് ചെയ്യണം എന്ന് പറഞ്ഞു. മാത്രമല്ല, അദ്ദേഹം അവസാനം നടത്തിയ കേന്ദ്ര മന്ത്രിസഭാ പുനഃസംഘടനയിൽ 5 കേന്ദ്രമന്ത്രിമാരാണ് ദളിതർ ഉണ്ടായത്. ഇതിൻ്റെ എല്ലാം ആത്യന്തികമായിട്ടുള്ള പ്രത്യയശാസ്ത്രം ഒന്ന് തന്നെയാണ്. അല്ല, പക്ഷേ പ്രശ്നം ദളിതർക്ക് നേരെ പീഡനങ്ങൾ ഉണ്ടാകുമ്പോൾ ദളിതരുടെ രക്ഷയ്ക്ക് വരുന്ന മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ ഉണ്ടാവുന്നതിനേക്കാൾ ദളിത് നേതാക്കളുടെ ദൃശ്യത, ദളിത് നേതാക്കളുടെ പ്രാതിനിധ്യം ഞങ്ങൾക്കുണ്ട്. ഒരു കേന്ദ്രമന്ത്രിസഭ പുനഃസംഘടന നടക്കുമ്പോൾ 5 ദളിതർക്ക് ഇടം നൽകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മേൽ ഒരു തരത്തിലുള്ള സമ്മർദ്ദവുമില്ല. അദ്ദേഹം അത് സ്വമേധയാ ചെയ്യുകയാണ്. ഈ തരത്തിൽ തങ്ങളുടെ കൂടെ നിൽക്കുന്ന ദളിതരെ സംരക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധരാണ് ഞങ്ങളെന്ന് തെളിയിക്കുകയാണ് എന്നാണ് BJP ആവർത്തിക്കുന്നത്. അല്ല, അത് തന്നെയാണല്ലോ അതിന് അങ്ങനെ തെളിയിക്കേണ്ടി വരുന്നു എന്നുള്ളത് തന്നെ ഇതിൻ്റെ ഒരു യഥാർത്ഥമുള്ളൊരു മറുപുറം കാണിച്ചു തരുന്നതാണ്. ഇത്രയും വാദമുഖങ്ങൾ നിരത്തി ഇത് സ്ഥാപിക്കാൻ വരുമ്പോൾ തന്നെ യഥാർത്ഥത്തിലുള്ള ഗ്രൗണ്ട് റിയാലിറ്റി എന്ന് പറയുന്നത് ഇതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ ഈ ദൃശ്യത മറ്റു പല രാഷ്ട്രീയ പാർട്ടികൾക്കും ഇല്ല. അല്ല, അതല്ലല്ലോ പ്രശ്നം. അങ്ങനെ നോക്കുകയാണെങ്കിൽ അബ്ദുൽ കലാം പ്രസിഡന്റായി, അല്ലെങ്കിൽ ഫക്രുദ്ദീൻ അലി പ്രസിഡന്റായി, ഇന്ദിരാഗാന്ധി വനിതയാണ് പ്രധാനമന്ത്രിയായി. ഇത് പഴയ ഒരു വാദമാണ്. ആ വാദത്തിൻ്റെ ഒരു തുടർച്ച മാത്രമാണ് BJP ഉന്നയിക്കുന്നത്. അത് ഈ നാട്ടിൽ ചിലവാകാതായിട്ട് എത്ര കാലമായി? അത് ഈ 200
150 തൊട്ട് 500 വരെ ഗോരക്ഷാ സമിതികൾ ഗുജറാത്തിൽ പൊട്ടിമുളച്ചു. ഗുജറാത്തിലും മറ്റ് പ്രദേശങ്ങളിലും പൊട്ടിമുളച്ചു. താലൂക്കുകളിൽ നിന്ന് പഞ്ചായത്തിലേക്കും ഗ്രാമങ്ങളിലേക്കും വരെ ഇതിൻ്റെ ശാഖകൾ ഉണ്ടാകുന്നു. സ്വന്തം പ്രത്യയശാസ്ത്രത്തെ ദൃഢീകരിക്കുന്നതിന് വേണ്ടി, ന്യൂനപക്ഷ വിരുദ്ധ, ദളിത് വിരുദ്ധ, ഹൈന്ദവ പ്രത്യയശാസ്ത്രത്തെ ദൃഢീകരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിന് വേണ്ടി അണികളെ തുറന്നുവിട്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനം. തീർച്ചയായും ആ സാഹചര്യമാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. ശ്രീ ജെ ആർ പത്മകുമാർ, ഇതല്ലേ വസ്തുത? അതായത് ആ സംസ്ഥാനം ഭരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയെ BJPക്ക് മാറ്റേണ്ടി വരുന്നതിൽ പല കാരണങ്ങളിൽ പ്രമുഖമായ ഒരു കാരണം ഉനയിൽ നിന്ന് ഉണ്ടായ ദളിത് പ്രതിരോധവും പ്രക്ഷോഭവും തന്നെയാണ് എന്നതൊരു വസ്തുതയാണ്. യഥാർത്ഥത്തിൽ കാലം മാറുകയും നിലവിൽ BJP മുന്നോട്ട് വെച്ച പലതരത്തിലുള്ള ആയുധങ്ങളും ചെലവാകുകയില്ല എന്നും കാണുമ്പോൾ നിവൃത്തികേടുകൊണ്ട് ഉണ്ടാകേണ്ടി വരുന്ന അല്ലെങ്കിൽ പ്രകടിപ്പിക്കേണ്ടി വരുന്ന ഒന്നല്ലേ പാർട്ടിയുടെ ദളിത് സ്നേഹം? അദ്ദേഹം ഇപ്പോൾ സൂചിപ്പിച്ചത് ഈ പഠിച്ചതും പഠിപ്പിക്കുന്നതും അല്ലെങ്കിൽ പ്രചരിപ്പിക്കുന്നതിൻ്റെ ഭാഗം ഒന്നുകൂടി അവതരിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ തുടങ്ങിയതല്ല ദളിത് സമൂഹങ്ങളോട് BJPയെ സംബന്ധിച്ചുള്ള അല്ലെങ്കിൽ സംഘപരിവാർ പ്രസ്ഥാനങ്ങളോട് നമ്മൾ അവരെ പ്രവർത്തനം വിലയിരുത്തിയാൽ ഞങ്ങളുടെ സമീപനം അന്നും ഇന്നും എന്നും ഒന്ന് തന്നെയാണ്. അത് ദളിത് സമൂഹം തിരിച്ചറിഞ്ഞിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഏറ്റവും കൂടുതൽ MPമാരുള്ളത് BJP, ദളിത് MPമാരുള്ളത്, ഏറ്റവും കൂടുതൽ MLAമാരുള്ളത്. ആദ്യമായിട്ട് ഇന്ത്യയിലൊരു സംസ്ഥാനത്ത് ഒരു മുഖ്യമന്ത്രി ആക്കിയത് ഉത്തർപ്രദേശിൽ ഞങ്ങളെ മായാവതിയെ 3 പ്രാവശ്യം ആക്കിയിട്ടുണ്ട്. അതിന് മാത്രമല്ല, ഈ ഇവരുടെ പ്രചരണം സംഘപരിവാർ പ്രസ്ഥാനങ്ങളെല്ലാം ദളിതുകൾക്ക് വിരോധമാണ്, ഞങ്ങളെല്ലാം സവർണരാണ്, ഇത് പ്രചരിപ്പിച്ചോട്ടെ. പക്ഷേ യഥാർത്ഥം അതല്ലല്ലോ. അത് ദളിത് സമൂഹം തിരിച്ചറിഞ്ഞിട്ടുണ്ട്, അതിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാ താഴെ ബൂത്ത് തലം തൊട്ട് മുകൾ തട്ട് വരെ സംഘപരിവാർ പ്രസ്ഥാനങ്ങളായാലും ഭാരതീയ ജനതാ പാർട്ടി ആയാലും അർഹമാണെന്ന് വെച്ചാൽ അവർക്ക് ഈ പ്രപ്പോർഷൻ അനുസരിച്ചിട്ടില്ല, മാന്യമായി അവരെ പൊതുസമൂഹത്തിൻ്റെ ഭാഗമാണെന്ന് വരുത്തി തീർക്കുന്നതിൻ്റെ അല്ലെങ്കിൽ ആക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ കാര്യമായി നടത്തിയിട്ടുണ്ട്. താങ്കൾ തന്നെ നേരത്തെ സൂചിപ്പിച്ചൊരു കാര്യം, CPM എടുത്തു നോക്കുക, എത്ര ഒരു കാലഘട്ടത്തിൽ ഈ പട്ടികജാതി പട്ടികവർഗക്കാരുടെ ഈ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞ പാർട്ടിയിൽ ഇന്നുവരെ പോളിറ്റ് ബ്യൂറോയിൽ ഒരാൾ വന്നിട്ടില്ല. ഇപ്പം നിങ്ങൾ 15 പേരെ എടുത്ത് നോക്കൂ. 9 പേര് സവർണർ, ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, 2 OBC, 2 മൈനോർ OBC ഉണ്ട്, പിന്നെ 2 നമ്പ്യാർ, 2 നായർ. ഇതല്ലാതെ ആരെങ്കിലും മുകളിലോട്ട് ഉയർത്തിക്കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ടോ? 2012 ധൻബാദിൽ പോലീസ് വെടിവയ്പിൽ 3 ദളിത് യുവാക്കൾ കൊല്ലപ്പെട്ടു. ഇപ്പോഴും അവരുടെ കുടുംബം നീതിക്ക് വേണ്ടി അവിടെ നിരാഹാരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 3% അക്രമങ്ങളാണ് ദളിതർക്കെതിരെയുള്ളത് രജിസ്റ്റർ ചെയ്യുന്നുള്ളൂ. ആ 3% പോലും അവിടെ കുറ്റവാളികളെ ശിക്ഷിക്കുന്നില്ല എന്നാണ് കണക്കുകൾ പറയുന്നത്. നരേന്ദ്രമോദി, ആനന്ദിബെൻ പട്ടേൽ, ആഭ്യന്തരമന്ത്രി, ഇവരുടെ എല്ലാം ജില്ലയാണ് മെഹ്സാന. ഈ 3 മാസത്തിനിടെ 4 ദളിത് പെൺകുട്ടികളാണ് അവിടെ ബലാത്സംഗം ചെയ്യപ്പെട്ടത്. പക്ഷേ ഇത്തരത്തിൽ മറ്റൊരു തരത്തിൽ ദളിതർക്ക് അനുകൂലമായി കാര്യങ്ങൾ ചെയ്യുന്നു എന്നൊക്കെ പറയുന്ന BJPയുടെ ഒരൊറ്റ പ്രമുഖ നേതാവും ഈ ജില്ല സന്ദർശിച്ചിട്ടില്ല. നമ്മൾ ഇന്ത്യയിൽ മൊതലെടുത്ത് നോക്കാം, വലിയ മാറി LDF UDF ഭരിക്കുന്ന കേരളത്തിൽ 2 മാസങ്ങൾക്ക് അടുത്ത് നടന്നിട്ടുള്ള ദളിത് പീഡനങ്ങൾ, മർദ്ദനങ്ങൾ, പോലീസ് മർദ്ദനങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കുക. അങ്ങനെയാണ് നമ്മൾ വിലയിരുത്തുക. അല്ലെങ്കിൽ ഏതെങ്കിലും BJP പ്രതിക്കൂട്ടിൽ നിർത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു ശ്രമമല്ല നടത്തുള്ളൂ. ഉനായിൽ സംഭവിച്ചത് അത് നമ്മൾ ആദ്യം വളരെ ആഘോഷം കൊണ്ട് നടന്നില്ല. അതിനെക്കുറിച്ച് അതിൻ്റെ ബാക്ക് സ്റ്റോറി ഒന്ന് പരിശോധിക്കണം, മീഡിയ വിശകലനം ചെയ്യേണ്ടത് ആവശ്യമാണ്. അതിനെ സംബന്ധിച്ച് ഇത് ബോധപൂർവം ഞാൻ നേരത്തെ പറഞ്ഞു വന്നതിൻ്റെ കൂടെ പറയാൻ അവസരം തരണം. അപ്പം ന്യൂനപക്ഷത്തിനെ നമുക്ക് എതിരായിട്ട് തിരിക്കാൻ നോക്കിയിട്ട് നടന്നില്ല. അത് ഓരോ ഇലക്ഷൻ അത് നടത്തി. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് OBC ദളിത്, അതാണ് BJP സംഘപരിവാർ പ്രസ്ഥാനത്തിൻ്റെ ബാക്ക് ബോൺ. ഞങ്ങൾക്കറിയാം, ഞങ്ങൾ അതറിഞ്ഞ് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ഇതിൽ നിന്ന് OBCയെ അതുപോലെ ദളിത്തിനെയും മാറ്റിയെടുത്ത് പോവുക എന്നുള്ളൊരു ബോധപൂർവമായ രാഷ്ട്രീയ ലക്ഷ്യം അതിൽ ചില മീഡിയകളും ചില ബുദ്ധിജീവികളും ചില ദളിത് സംഘടനകളും അതിൽ അറിഞ്ഞോ അറിയാതെ ഞാൻ പറഞ്ഞുതരാം. അതാ പറഞ്ഞത്, ഈ ഗോരക്ഷ എന്ന് പറഞ്ഞ് ഞങ്ങളാരും ഗോരക്ഷയെ ഈ പറയുന്ന കാര്യങ്ങളെ സംരക്ഷിക്കുന്നില്ല. ദളിതരെ ആക്രമിക്കാൻ വന്ന ഒരാൾ മൈനോറിറ്റി ഉണ്ട്. മാത്രമല്ല അവിടുത്തെ ഒരു സർപ്പഞ്ചാണ് ഇതിന് നേതൃത്വം കൊടുത്തിട്ടുള്ളത്. ഈ സർപ്പഞ്ച് എന്ന് പറയുന്നത് അഹമ്മദ് പട്ടേലിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ ഒരു MLA 300 പ്രാവശ്യമാണ് ഈ സംഭവത്തിന് ശേഷവും മുമ്പുമായിട്ട് വിളിച്ചിട്ടുള്ളത്. പോലീസ് അന്വേഷണം പുറത്തു വന്നിട്ടുണ്ടല്ലോ. ഗുജറാത്തിലെ പോലീസിനെ നമുക്കറിയാം. 2002 റയറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെല്ലാം തരത്തിലുള്ള തെളിവുകൾ ഉണ്ടാക്കലും തെളിവുകൾ നശിപ്പിക്കലുമാണ് നടത്തിയെന്നുള്ളത് ശ്രീകുമാർ അടക്കമുള്ളവർ
വളരെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് ആ പോലീസിൻ്റെ കഥ അവിടെ നിൽക്കട്ടെ, അതിലേക്ക് നമ്മളിപ്പോൾ കടക്കുന്നില്ല. അതിനേക്കാളും വിശാലമായൊരു രാഷ്ട്രീയം അതിൻ്റെ മുമ്പിലുള്ളപ്പോഴത്തേക്കും രക്ഷപ്പെടാൻ വേണ്ടി പോലീസിനെ ഉപയോഗിച്ചിട്ട് കൊണ്ടുവരുന്ന 1-2 തെളിവുകളുടെ പിന്നാലെ നമ്മൾ പോവുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. അതിന് ഞാനിപ്പോൾ വഴങ്ങിക്കൊടുക്കാൻ പോകുന്നില്ല. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ലല്ലോ, ഇതൊറ്റപ്പെട്ട സംഭവമല്ല. ഉത്തരേന്ത്യയിൽ മൊത്തത്തിൽ, ഗുജറാത്തിൽ മാത്രമല്ല, ഉത്തരേന്ത്യയിൽ നടക്കുന്നു. അതുപോലെ തന്നെ മൈനോറിറ്റീസിൻ്റെ കാര്യം പറഞ്ഞു. ഇപ്പോൾ എന്താണ് ഇവരുടെ വെപ്രാളത്തിൻ്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാരണം? ഈ ഊനായിൽ സംഭവത്തിന് ശേഷമുണ്ടായ ജിഗ്നേഷിൻ്റെ മറ്റ് നേതൃത്വത്തിൽ നടന്ന യാത്രയിൽ ആയിരക്കണക്കിന് മൈനോറിറ്റി ന്യൂനപക്ഷ സമുദായങ്ങളിലെ വിഭാഗങ്ങളാണ് സോളിഡാരിറ്റി പ്രഖ്യാപിച്ച്, ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പങ്കെടുത്തത്. ആ ഒരു ചലനം ഇന്ത്യയിൽ മൊത്തം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ധന്യ, ആർക്കെതിരായ പ്രതിഷേധമാണ്, ആർക്കെതിരായ പ്രതിരോധമാണ് ഉന ഇപ്പം മുമ്പ് പറഞ്ഞാൽ ഇപ്പം BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി മാത്രമായിരിക്കത്തില്ല, ആ രാഷ്ട്രീയ പാർട്ടിയുടെ ആ മാനസികാവസ്ഥ ഉള്ള ഒരു വലിയ ജനക്കൂട്ടത്തിനെതിരെയുള്ളതായിരിക്കാമെന്ന് എനിക്ക് തോന്നുന്നത്. ഒരു പക്ഷേ ഈ ഗോരക്ഷാ സംഘങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത്തരം മാനസികാവസ്ഥ, അതായത് ജാതീയമായ താഴ്ന്ന നിലയിലുള്ള ആളുകൾക്കെതിരെയുള്ള മാനസികാവസ്ഥയുള്ള ആൾക്കാരുണ്ടല്ലോ, ആ മാനസികാവസ്ഥ ഉള്ളവർക്കെതിരെയുള്ള ഒരു സമരമാർഗ്ഗം, ഒരു ആത്മാഭിമാന പോരാട്ടമാണല്ലോ ശരിക്കും പറഞ്ഞാൽ. അതായത് പിന്നെ ചത്ത പശുക്കളെയും മാലിന്യങ്ങളെയും നീക്കം ചെയ്യേണ്ടത് താഴ്ന്ന ജാതിക്കാരുടെ ജോലിയാണെന്നും, അങ്ങനെ ആ ജോലി ഏത് തരത്തിലും ചെയ്ത് ജീവിക്കാൻ സാധിക്കുന്നില്ല. ഇപ്പോൾ പറഞ്ഞതുപോലെ നിരന്തരമുള്ള ജാതീയ അതിക്രമങ്ങൾക്കെതിരെയുള്ള ഒരു പ്രതിഷേധം എന്നുള്ള നിലയ്ക്കാണ്. അതൊരു ദിവസം കൊണ്ടുണ്ടായതല്ല. ഉനയിലല്ല ശരിക്കും ഇതിൻ്റെ തുടക്കം. ഉന ഒരു തുടർച്ചയാണെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം അതിനു മുമ്പ് നടന്ന ഹൈദരാബാദിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നടന്ന രോഹിത് വെമുലയുടെ ആത്മഹത്യ അടക്കം, അതിനു മുമ്പുണ്ടായ പലതരം സമരങ്ങളടക്കം പലതുമുണ്ട്. അതിൻ്റെ ഒരു തുടർച്ചയാണ് ഉന സംഭവം എന്ന് എനിക്ക് പറയാൻ കഴിയുള്ളൂ. ഉന സമരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി, ആ സ്വാതന്ത്ര്യദിനത്തിൻ്റെ അന്ന് സംഘടിപ്പിക്കപ്പെട്ട ഉന യാത്രയിൽ പങ്കെടുക്കാൻ വേണ്ടി വന്ന ആളുകൾ അത്രയും പേരും ഈ പറയുന്ന ഏതെങ്കിലും ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളായിട്ടല്ല വന്നത്. ഈ സമാന അനുഭവങ്ങൾ ജീവിതത്തിലുള്ള അത് ഉണ്ടാക്കുന്ന രാഷ്ട്രീയമായ മാനസികാവസ്ഥയുള്ള മനുഷ്യരാണ് അവിടെ പങ്കെടുത്തതിൽ ഏറെ പേരും. ആയിരക്കണക്കിന് ആൾക്കാർ കേരളത്തിൽ നിന്നും പോയല്ലോ. ഇപ്പോൾ കേരളത്തിൽ CPM അനുകൂല പട്ടികജാതി സംഘടനയുടെ യോഗത്തിൽ പങ്കെടുക്കില്ല എന്നാണ് ജിഗ്നേഷ് പറഞ്ഞത്. അത് CPMൻ്റെ പാർട്ടി സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞിട്ടുള്ളത് വരമ്പത്ത് കൂലിയെന്ന്. ഇവിടെ ചെയ്യുന്നതിന് ഇവിടെ കൂലി കിട്ടുന്നതാണ്. ഇന്നത്തെ സ്വാഭിമാനി യാത്രയിൽ യെച്ചൂരി പങ്കെടുത്തല്ലോ അവിടെ. തന്നെയല്ല, CPM ഒരു ചെറിയ പാർട്ടിയാണ്. ഇപ്പോൾ കേരളത്തിലുണ്ടെന്ന് വിചാരിച്ചിട്ട് മറ്റ് സ്ഥലങ്ങളിൽ, ഇപ്പോൾ അഹമ്മദാബാദിലും ഗുജറാത്തിലും എവിടെയാണ് CPM? ഇല്ലാത്തൊരു പാർട്ടിയെ പറ്റി നമ്മൾ ഒരു അഖിലേന്ത്യാ തലത്തിൽ ചർച്ച ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഇവിടെ എങ്ങനെ ദളിത് സംഘടനകളോട് CPM പെരുമാറുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ CPMൻ്റെ ഇതുമായി ബന്ധപ്പെട്ട പ്രായോഗിക രാഷ്ട്രീയത്തിൻ്റെ ഉരകല്ല്. അല്ലാതെ ദളിത് സംഘടനകൾ സംഘടിപ്പിക്കുന്ന വേദിയിൽ പോയി സീതാറാം യെച്ചൂരി കൈപിടിച്ച് പൊക്കിയതുകൊണ്ടോ കനയ്യ വന്ന് കൈപിടിച്ച് പൊക്കിയതുകൊണ്ടോ CPMൻ്റെ നിലപാടാകുന്നില്ല. അത് അവർക്ക് ശക്തിയുള്ള പ്രദേശങ്ങളിൽ ഇങ്ങോട്ട് വന്ന് കൈപിടിച്ച് കാണിക്കട്ടെ. അവർ SFIയുടെ ആക്റ്റീവ് പ്രവർത്തകനായിരുന്നു വെമുല. എങ്ങനെ അദ്ദേഹം പോയത്? അദ്ദേഹം എന്താ ഫോഴ്സ് ഇട്ടത്? എന്താ പറഞ്ഞത്? ഇവരുടെ ഈ ബ്രാഹ്മണിക്കൽ മേധാവിത്വത്തിന് എതിരായി പോസ്റ്റ് ഇട്ടിട്ടാണ് ഇതിൽ പോയത്. ഇപ്പോൾ JNUവിൽ ഇലക്ഷൻ നടന്നു. വലിയ ഈ ഇടതുപക്ഷ എല്ലാവരെയും ഉയർത്തിക്കൊണ്ടുവരാൻ നോക്കിയിട്ട് അവിടെയുള്ള അംബേദ്കർ സ്റ്റുഡൻസ് യൂണിയൻ എങ്ങനെയാണ് മത്സരിച്ചത്? അവരെന്തുകൊണ്ട് കൂട്ടിയില്ല? ഇവർ ഈ പുതിയൊരു ചങ്ങാത്തം പറയുന്നുണ്ടല്ലോ, ഒരു മൈനോറിറ്റി ഈ BJPക്ക് അല്ലെങ്കിൽ സംഘപരിവാർ ഭീഷണി ഉമ്മാക്കി കാണിച്ചുകൊണ്ട് ഈ ഉണ്ടാക്കിയെടുത്ത് ദളിതുകളുടെ ചങ്ങാത്തം കൂടിയിട്ട് ന്യൂനപക്ഷ ദളിത് ഒരു ഐക്യം ഉണ്ടല്ലോ, അത് തിരിച്ചറിയാനുള്ള കഴിവ് ഇന്ത്യയിലെ ദളിത് സമൂഹത്തിനുണ്ട്. അതുകൊണ്ട് ഈ കാണിക്കുന്ന കോപ്രായങ്ങളിലൊന്നും അവർ വീടില്ല എന്നുള്ള കാര്യം ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. മാത്രമല്ല, സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രം പരിശോധിച്ചാൽ ഇത്രമാത്രം ദളിത് സമൂഹത്തിന് ഒരു ഉയർന്നൊരു സ്വാഭിമാനത്തോടുകൂടി ഉയർന്നു നിൽക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഇടപെടൽ നടത്തിയിട്ടുള്ള ആരുണ്ട്? ഇപ്പോൾ തന്നെ ആലോചിച്ച് നോക്ക്. അംബേദ്കറുടെ ലണ്ടനിൽ അദ്ദേഹം താമസിച്ച് പഠിച്ച വീട് ഏറ്റെടുത്തിട്ട് ഇന്ത്യയിലെ സ്റ്റുഡൻസിന്, ദളിത് സ്റ്റുഡൻസ് അവിടെ പോയി താമസിച്ച് മഹാനായ അംബേദ്കർ പഠിച്ച വീട്ടിൽ താമസിച്ച് പഠിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തു. സ്റ്റാൻഡപ്പ് ഞാൻ വലിയായിരുന്നു ഞങ്ങൾ സ്റ്റാൻഡപ്പ് ഇന്ത്യ പട്ടികജാതി പട്ടികവർഗ വുമണിന് മാത്രം ഓണ്ടർപ്രണർഷിപ്പ് ഉണ്ടാക്കി അവർ തൊഴിൽ സീക്കേഴ്സ് അല്ല, തൊഴിൽ ദാതാവാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഏത് ഗവൺമെൻറ് ചെയ്തിട്ടുണ്ട്? ഈ പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിച്ച കേരളത്തിൽ ദളിത് പീഡനങ്ങൾ ഈ കഴിഞ്ഞ 3-4 മാസത്തെ എടുത്ത് നോക്കും. അക്ഷരം പറഞ്ഞു കൊടുത്ത അധ്യാപകയ്ക്ക് കുഴിമാടം ഉണ്ടാക്കി റീത്ത് വെച്ചിട്ട് എന്ത് ദളിത് സേവനം ഉണ്ടാക്കിയത്? ഒരമ്മയും കുഞ്ഞിനെയും കൊച്ചുകുട്ടിയെ കൂടി ജയിലിനകത്ത് അടച്ചു. എന്നിട്ട് പറഞ്ഞാൽ എന്താ? അവർ കോൺഗ്രസ് ആയിപ്പോയി. അപ്പം ദളിതില്ല.
അപ്പോൾ ഈ പറയുന്നതെല്ലാം ജനങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകും. STക്ക് വേണ്ടിയിട്ട് ഒരു മന്ത്രാലയം ഈ വാജ്പേയി വന്നപ്പോഴാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പോഴും അത് നിലനിൽക്കുന്നുണ്ട്. അതിനൊക്കെ മുമ്പ് പ്രീണിപ്പിക്കുകയല്ല, ഞങ്ങൾ അവർ മനസ്സിലാക്കി മാത്രമല്ല വളരെ കൺസിസ്റ്റന്റ് ആയിട്ട് കോൺഗ്രസ് ഗവൺമെന്റുകളും ധാരാളം ഇത്തരം ദളിത് അനുകൂലമായി കേരള ചരിത്രം അതല്ല പ്രശ്നം. അതിനേക്കാൾ ഇരട്ടി തീവ്രതയിൽ ഇത് മറ്റ് സംസ്ഥാനങ്ങളിൽ നടക്കുന്നു. പക്ഷെ അവിടുത്തെ മതേതര സർക്കാരുകൾക്ക് എന്തുകൊണ്ട് വളരെ കൃത്യമായി ഇത്തരത്തിലുള്ള അക്രമി സംഘങ്ങളെ അടിച്ചമർത്താൻ കഴിയുന്നില്ല? എന്തുകൊണ്ടത് നമ്മുടെ തൊട്ടടുത്ത് നടക്കുന്ന കർണാടകയിൽ നടക്കുന്നില്ല, തമിഴ്നാട്ടിൽ നടക്കുന്നില്ല, ഉത്തർപ്രദേശിൽ നടക്കുന്നില്ല? BJP ഇതര സംസ്ഥാനങ്ങളിൽ ഈ പറയുന്ന സ്ഥലങ്ങളിലൊന്നും ഇത് നടക്കുന്നില്ല. ജനാധിപത്യ ഇന്ത്യയിൽ ഈ സംഭവങ്ങൾ ഇതിനു മുമ്പും തരത്തിലുള്ള ദളിത് പീഡനങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ഒരു ജനാധിപത്യ രാഷ്ട്രീയ രൂപപ്പെട്ടു വന്ന 60-കൾക്ക് ശേഷം 70-കളിൽ ഉണ്ടായ ഈ വലതുപക്ഷ കൺസോളിഡേഷനാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഏറ്റവും നമുക്ക് ഒരു റീസെൻ്റ് ആയിട്ടുള്ള ചരിത്രം നമ്മൾ പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ അവിടം തൊട്ടാണ് ഇത് രണ്ടാമത് ആരംഭിക്കുന്നത്.